വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് വരുന്നതെന്ന് നേരത്തെ കണക്ക് കൂട്ടി കാലേ കൂട്ടി തിരിച്ചറിഞ്ഞവർ അതിനുവേണ്ടി കാത്തിരുന്നു. നമ്മൾ ഇന്ന് എത്രയോ ബർത്ത്ഡേകൾ കാണുന്നവരാണ്. ഇവന്റ് മാനേജ്മെന്റിന്റെ അവസാനത്തെ എല്ലാ ഷോകളും കൊണ്ട് നമ്മൾ നടത്തുന്നവരാണ്. അതിന്റെ ഡെക്കറേഷനും അതിന്റെ സ്റ്റേജ് സംവിധാനങ്ങളും നമ്മുടെ ബർത്ത്ഡേക്കും മക്കളുടെ ബർത്ത്ഡേക്കും സ്വന്തം മാതാപിതാക്കളുടെ ബർത്ത്ഡേക്കും വേണ്ടി ഒരുപാട് സമയവും ഒരുപാട് ചിലവും കണ്ടെത്തുന്നവരാണ്. എന്നാൽ 1500ാമത്തെ ജന്മദിനം നമ്മുടെ മുത്തിന്റേതാണ്. ഏതാണ് മുത്ത്? സ്വന്തം ഉമ്മയെക്കാളും സ്വന്തം ബാപ്പയെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും മറ്റേതെല്ലാം കാരണങ്ങളെക്കാളും ആരോടാണോ നിനക്ക് സ്നേഹം, അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. നമ്മൾ നമ്മളെ തന്നെ മറന്നു, കൈമെയ് മറന്നിറങ്ങി. കല്ലുരാവി ചരിത്രം കുറിച്ചു. കല്ലുരാവിയുടെ മണ്ണ് ചരിത്രമായി മാറി. കല്ലുരാവിയുടെ സ്നേഹം ചരിത്രമായി മാറി. കല്ലുരാവിയുടെ പൈതൃകം ചരിത്രമായി മാറി. കല്ലുരാവിയുടെ സ്നേഹ സമ്പന്നതയും ചരിത്രമായി മാറി. കാണാൻ കണ്ണും നട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് മുന്നിലൂടെ സ്കൗട്ടുകൾ അതോടൊപ്പം ഏറ്റവും മനോഹരമായി മുന്നോട്ട് ഗമിക്കുന്ന പ്രയാണത്തിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന ചവിട്ടടികൾ, ചുവടുവെപ്പുകൾ, അതിന്റെ പട്ടാള ചിട്ടയിൽ ഒരു ആർമി ഇന്റലിജൻസ് മേക്കിംഗ് പ്രാക്ടീസോടുകൂടി കൃത്യമായി വ്യക്തമായി പാകപ്പിഴവുകളില്ലാതെ, ചുവടുകൾ പിഴക്കാതെ, അടവുകൾ പിഴക്കാതെ, ചുവടും അടവുമെല്ലാം കൂട്ടിച്ചേർത്ത് വ്യക്തമായൊരു ആർമി ഇന്റലിജൻസ് മേക്കിംഗ് പ്രാക്ടീസിലൂടെ കവിഞ്ഞൊഴുകിയ നബിദിനത്തിന്റെ സ്കൗട്ടുകൾ. അതിന് പിന്നിലായി കുട്ടികളുടെ ഫ്ലവർ ഷോ. അന്തരീക്ഷത്തിലേക്ക് പുഷ്പം വിതാനിച്ച ആർട്ടിഫിഷ്യൽ പുഷ്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചും മറച്ചും താളത്തിലും ലയത്തിലും ഭാവത്തിലും ഈണത്തിലും അവർ മുത്തുനബിയെ ഏറ്റവും സ്നേഹമായി ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മീലാദ് കമ്മിറ്റി ചെയർമാനടക്കമുള്ള ഭാരവാഹികൾ, ജമാഅത്ത് കമ്മിറ്റിയുടെ ആളുകൾ, പ്രിയപ്പെട്ട മുതിർന്നവർ, യൗവനങ്ങൾ, കൗമാരങ്ങൾ, കുട്ടികൾ, ബാല്യങ്ങൾ, അങ്ങനെ തുടങ്ങി ആഭാലവൃത്തം ജനങ്ങളും ഈ മണ്ണിന്റെ കല്ലുരാവിയുടെ സ്നേഹത്തെ തൊട്ടറിഞ്ഞു. കല്ലുരാവിയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. കല്ലുരാവിയുടെ പ്രണയത്തെ തിരിച്ചറിഞ്ഞു. അത് മുത്തിനോടുള്ള പ്രണയം, അത് സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ആരെക്കാളും നമുക്കിഷ്ടം നബിയോടാണ്. നമുക്ക് ഏറ്റവും വാത്സല്യനിധിയായി നിന്റെ ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ഉമ്മയെക്കാളും ഞങ്ങൾക്കിഷ്ടം അങ്ങയോടാണ് നബിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉറങ്ങാത്ത രാത്രികളിൽ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചു. നമ്മുടെ ഉമ്മ പാലൂട്ടി വാർത്തി നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു. നമ്മെ കരയുമ്പോൾ കൂടെ കരഞ്ഞു. നമുക്ക് വേണ്ടി സ്നേഹം പങ്കിട്ടു. ഈ ലോകത്തിലെ വാത്സല്യത്തിന്റെ പാനപാത്രത്തിന്റെ പേര് അത് ഉമ്മയാണ്. ഉമ്മയെക്കാൾ വലിയ പോരാളി ലോകത്തിൽ നിന്ന് കാലം വിളിച്ചു പറയുമ്പോഴും ആ ഉമ്മയെക്കാളും ഞങ്ങൾക്കിഷ്ടം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയമുള്ളവരെ, ഉപ്പ കൊണ്ട് വെയിലിൽ തണലേറ്റ് കിടക്കുന്ന നാമ്പുകൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പൊരിവെയിലത്ത് കൂലിപ്പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് അന്നമൂട്ടുന്ന പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, ആ പിതാവിന്റെ വാത്സല്യമുണ്ടല്ലോ, ആ കഠിനാധ്വാനമുണ്ടല്ലോ, ആ ത്യാഗമുണ്ടല്ലോ, ആ സഹിഷ്ണുതയുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് എത്രയോ മടങ്ങ് ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സമ്പത്ത് കൊണ്ട് പലരും ഞങ്ങളെ മാടി വിളിക്കാൻ വന്നിട്ടുണ്ടാകാം. പല രീതിയിലും പലരും പല കോലത്തിലും പല വിധത്തിലും ഞങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ മുത്തുനബി വന്ന പോലെ ലോകത്താരും നമുക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അസ്രായിൽ അവസാനം റൂഹ് പിടിക്കുന്ന സമയത്ത് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ലോലമായി, ഏറ്റവും സ്പഷ്ടമായി, ഏറ്റവും മൃദുലമായി വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്ന ലാഘവത്തിൽ റൂഹെടുക്കുമ്പോഴും വേദനിക്കുന്നുണ്ട് അസ്രായിലെ എന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി എന്റെ ഉമ്മത്തിന് വേദന നൽകല്ലേ എന്ന് പറഞ്ഞ മടങ്ങിപ്പോയ ഉമ്മത്തി 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 എന്ന് വിളിച്ച് മടങ്ങിപ്പോയ ആ നായകനോടല്ലാതെ നമുക്കാരോടാണ് പ്രണയം? ആ നായകനോടല്ലാതെ നമുക്കാരോടാണ് ഇഷ്ടം? ഇന്ന് വാട്സപ്പിന്റെ കാലമല്ലേ, ഇന്ന് ട്വിറ്ററിന്റെ കാലമല്ലേ, ഇന്ന് ഇൻസ്റ്റഗ്രാമിന്റെ കാലമല്ലേ, ഇന്ന് റീൽസിന്റെ കാലമല്ലേ, ഇന്ന് സ്റ്റാറ്റസ് വാളുകൾ നിറയുന്ന ഏറ്റവും അവസാനത്തെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയുടെ കാലമല്ലേ? ഇന്ന് എത്രയോ ആളുകൾ കമന്റിന് വേണ്ടി, ലൈക്കിന് വേണ്ടി മാത്രം, തങ്ങളുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കാലമല്ലേ? എന്നാൽ കോടാനുകോടി ഫോളോവേഴ്സും കോടാനുകോടി ആളുകളുടെ ഇഷ്ടവും കോടാനുകോടി ആളുകൾ കമന്റ്
വീണ്ടും പറഞ്ഞ ഇനി വരാനിരിക്കുന്ന നാൾ ഖിയാമത്ത് നാൾ വരെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരാളായി നിലകൊള്ളുമെങ്കിൽ ആ നായകന്റെ പേരാണ് പ്രിയമുള്ളവരെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാട്ടിക്കൂട്ടി കോപ്രായങ്ങൾ നടത്തിയിട്ടല്ല മുത്തനബിക്ക് ഫോളോവേഴ്സ് കൂടിയത്. കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് സ്ട്രാറ്റജി അല്ല മുത്തനബിയുടേത്. മറിച്ച് തായിഫിന്റെ മലനിരകളിൽ നിന്ന് കല്ലെറിഞ്ഞ ശത്രു സൈന്യം കണങ്കാല് പൊട്ടി ചോരയൊലിച്ച മുത്തനബി കരയുമ്പോൾ വന്ന മാലാഖമാരോട് അരുതേ, അവരെ നശിപ്പിക്കരുതേ, അവരിൽ ഒരാൾ എന്റെ കൂടെ വന്നാൽ അതല്ലേ എനിക്ക് ഉത്തമമെന്ന് പഠിപ്പിച്ച സഹനാനുഭൂതിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ശത്രുവിനെ മിത്രമാക്കണം നമ്മൾ, ശത്രുവിനെ നോക്കി പുഞ്ചിരിക്കണം നമ്മൾ, അവർക്ക് മുന്നിൽ സ്നേഹം പാനപാത്രമാക്കണം നമ്മൾ, നല്ല നന്മകൾ അയവിറക്കണം നമ്മൾ, നല്ല മതേതരത്വത്തെ കൊണ്ടു നടക്കണം നമ്മൾ. ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രൈസ്തവന്റെ അല്ലെങ്കിൽ മറ്റേത് മതവിഭാഗത്തിന്റെ ചോരച്ചാലുകൾ ചീന്തിയിട്ടല്ല നമ്മൾ മതത്തെ പഠിപ്പിക്കേണ്ടത്. ഏറ്റവും മനോഹരമായി ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുമ്പോഴും മറ്റു മതസ്ഥരുടെ സ്നേഹത്തെയും വാത്സല്യത്തെയും ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് മുന്നിൽ നന്മയുള്ള മതമാണ് ഇസ്ലാം എന്ന് ജീവിതം കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കരുണയുടെ സ്നേഹത്തിന്റെ അലകടലാക്കി മാറ്റണം. പ്രിയമുള്ളവരെ, ശ്രീ അയ്യപ്പ ക്ഷേത്ര നടയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ ഭജന മന്ദിരത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മതേതരത്വത്തിന്റെ ഉണർത്തുപാട്ടിന്റെ കേരള മാതൃകയാണ് അയ്യപ്പൻ. ബാബരും അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് അലങ്കാരമാണ് ഈ പൈതൃക സംസ്കാരത്തിന്. അതോടൊപ്പം ചേർന്ന് കോർന്നു നിൽക്കണം. ചരിത്രത്തിന്റെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന കിരാത കാലത്തെ പാടെ വലിച്ചെറിയണം. സംഘടനാഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച ആദർശത്തിന്റെ കീഴിൽ നിന്ന് സ്നേഹം മനുഷ്യനായി കാണാൻ കഴിയണം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന വലിയ ആപ്തവാക്യം ഇസ്ലാം ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നീ നിന്റെ മതത്തെ സ്നേഹിക്കുക, നിന്റെ ഇസ്ലാമിനെ സ്നേഹിക്കുക, നിന്റെ ദാർശനികതയെ പുൽകുക, നിന്റെ മതസംഹിതയെ തത്വസംഹിതയായി ഏറ്റെടുക്കുക, നിന്റെ അള്ളാഹുവിനെ ഏക ദൈവത്തെ ആരാധിക്കുക. അതിലൂടെ ഏറ്റവും ക്രിയാത്മകമായ, ഏറ്റവും മനോഹരമാകുന്ന മനുഷ്യത്വത്തിന്റെ ഉണർത്തുപാട്ടിനെ ഏറ്റെടുക്കുക. എന്നാൽ അതോടൊപ്പം നീ നിന്റെ മറ്റു മതസ്ഥരെ നിരാകരിക്കരുതേ, അവരെ അപമര്യാദയായി കാണരുതേ, അവരെ ബഹുമാനിക്കാതിരിക്കരുതേ, അവർക്ക് അനാദരവ് നൽകരുതേ, അവരോട് ക്രൂരമായി പെരുമാറരുതേ. കാരുണ്യത്തിന്റെ സ്നേഹം അവർക്ക് മുന്നിൽ ദർശിക്കപ്പെടുമ്പോൾ എല്ലാം ചെയ്തിട്ടും എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ടും പുഞ്ചിരിച്ച് സുസുമ്നേന മതനായി ആളുകളോട് സംവദിച്ച നായകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബിയുടെ 63 വയസ്സിൽ 63 വർഷത്തെ പുരുഷായുസിന്റെ മികവിലും തികവിലും ഒരിക്കൽ പോലും കരുണയില്ലാത്തൊരു നോട്ടം ആ കണ്ണിൽ നിന്ന് പിറന്നിട്ടില്ല. ഒരിക്കൽ പോലും പുഞ്ചിരിക്കാത്ത മുഖവുമായി മുത്തുനബി നടന്നിട്ടില്ല. ഒരിക്കൽ പോലും ആരെ കാണുമ്പോഴും മുഖം തിരിച്ചു നടത്തിയിട്ടില്ല. ഒരിക്കൽ പോലും ആരോടും വിദ്വേഷവും അതോടൊപ്പം പകയും വെച്ച് പുലർത്തിയിട്ടില്ല. തന്നെക്കാൾ വലിയവനിലേക്കല്ല നോക്കേണ്ടത്, തന്നെക്കാൾ ചെറിയവനിലേക്ക് നീ നോക്കുക എന്ന് പഠിപ്പിച്ച നായകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സമ്പത്തിങ്ങനെ കുമിഞ്ഞ് കൂട്ടി വെച്ച് നിൽക്കപ്പെടുമ്പോൾ നീ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച നായകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആർക്കും വിവേകത്തിന്റെ, വിദ്വേഷത്തിന്റെ ഒരണുവിട കണിക പോലും നൽകാതെ വിവേകം മാത്രം പഠിപ്പിച്ച നായകന്റെ പേരാണ് പ്രിയമുള്ളവരെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ നബിദിന റാലി വെറുമൊരു റാലിയല്ല. ഈ നബിദിന റാലി വെറും നബിദിന റാലിയുടെ ഘോഷയാത്രകളുടെ പരിമളം തൂങ്ങി മാത്രം നൽകുന്നതല്ല. പ്രൗഢിക്ക് വേണ്ടിയിട്ടല്ല, പ്രൗഢ ഗംഭീരമായി നടത്തുകയാണ് നമ്മൾ ഈ റാലി. കല്ലൂരാവിയുടെ ചരിത്രം അത് കഥ പറയുകയാണ്. 1500 വർഷത്തെ കഥ പറയുകയാണ്. 1500 വർഷത്തെ ചരിത്രം നൽകുകയാണ്. കല്ലൂരാവിയുടെ മണ്ണിൽ നമ്മൾ സ്നേഹം പങ്കിടുകയാണ്. കല്ലൂരാവിയുടെ മണ്ണിൽ നമ്മൾ ഇഷ്കിന്റെ പാലാഴി തീർക്കുകയാണ്. കല്ലൂരാവിയുടെ മണ്ണിൽ നമ്മൾ അനുരാഗത്തിന്റെ ഇതൾ വിരിയിക്കുകയാണ്. കല്ലൂരാവിയുടെ മണ്ണിൽ നിന്ന് സ്വലാത്തിന്റെ മഹിമ മദീനയിലേക്ക് അയക്കുകയാണ്. കല്ലൂരാവിയുടെ മണ്ണിൽ നിന്ന് സലാമിന്റെ മഹിമ അങ്ങ് മദീനയുടെ റൗള ശരീഫിന്റെ അന്തരാളത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അയക്കുകയാണ് നമ്മൾ. ഏറ്റവും മനോഹരമായ ഒരു റാലി. മുത്തുനബിയെ കാണാത്ത കണ്ണുകളാണ് നമുക്കുള്ളത്.
മുത്തുനബി അറിയാത്ത വജസ്സാണ് നമുക്കുള്ളത്. മുത്തുനബിയെ പുണരാത്ത മേനിയാണ് നമുക്കുള്ളത്. മുത്തുനബിയെ തൊടാത്ത തലോടാത്ത കൈകളാണ് നമുക്കുള്ളത്. മുത്തുനബിയെ ചുംബിക്കാത്ത ചുണ്ടുകളാണ് നമുക്കുള്ളത്. മുത്തുനബിയെ കണ്ടുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചവരിൽ നിന്ന് ഹതഭാഗ്യന്മാരായവർ പാപികളാണ് നമ്മൾ. എന്നാൽ നമ്മൾ കാണാത്ത മുത്തുനബി നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ അറിയാത്ത മുത്തുനബി നമ്മൾക്ക് സ്നേഹത്തിന്റെ വാചനങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. നമ്മൾ അറിയാത്ത സ്നേഹത്തിന്റെ വാചനങ്ങൾ മുത്തുനബി സംജാതമാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നബിദിന റാലിയിൽ ഒരു നീയത്ത് ഏറ്റവും മനോഹരമായി മനസ്സിനുള്ളിൽ പൈതൃകമാക്കി വെക്കുക. ആരെയും കാണിപ്പിക്കാനോ സ്റ്റാറ്റസുകളുടെ വാളിൽ നിറച്ച് ഏതെങ്കിലും വിധത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വ്യൂവേഴ്സിന്റെ എണ്ണം പറഞ്ഞ് നമ്മുടെ മോഡി കാണിപ്പിക്കാനോ അല്ല. മറിച്ച് ഈ നബിദിനം സന്ദേശത്തിന്റെ വാഹകരാകാൻ വേണ്ടിയിട്ടാണ്, സ്നേഹത്തിന്റെ വാഹകരാകാൻ വേണ്ടിയിട്ടാണ്, സമാധാനത്തിന്റെ വാഹകരാകാൻ വേണ്ടിയിട്ടാണ്. ഒരു നാടിന്റെ പൈതൃകത്തെയും ഒരു നാടിന്റെ സ്നേഹത്തെയും ഒരു നാടിന്റെ സമർപ്പണത്തെയും ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കാനാണ്. ചരിത്രം കഥ പറയുന്ന മനോഹരമാകുന്ന നിമിഷങ്ങൾ ഈ മണ്ണിൽ, ഈ കല്ലുരാവിയുടെ മണ്ണിൽ